ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരവുമായിട്ടാണ്. ഞാനിത് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പപ്സൊക്കെ വാങ്ങി കഴിക്കാറില്ലേ ബേക്കറിയിൽ നിന്ന്, അപ്പോൾ അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മുട്ടയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. വളരെ വേഗം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പപ്സൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, എന്നാൽ പപ്സ് പോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, അതല്ലാതെ ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, ഒരല്പം സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. മാവ് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഫില്ലിങ്ങിനായിട്ട് ഞാൻ 2 വലിയ സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കൂടി എടുക്കുന്നുണ്ട്. 3 മുട്ടയും ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് ആ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അതിനുശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളകേ ഉള്ളൂ, എരിവുള്ളത് കൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ എരിവൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഏതാണ്ട് പകുതിയോളം സവാള ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ആദ്യമേ മുഴുവനും ഇന്ന് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതൊക്കെ നന്നായിട്ട് വഴണ്ടിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് സവാള വഴണ്ടി വന്നപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. ഈ മസാലയൊക്കെ ഈ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് തണുക്കാനായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളകളാക്കത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് ഉരുളയാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തുക. പിന്നെ കട്ടി ഒട്ടും ഉണ്ടാവല്ലേ, നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കണം. ഞാനിവിടെ നല്ലതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലെല്ലാം ആ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കണേ.
ഇനി ഇതിൻ്റെ നടുക്കു നിന്ന് നമുക്ക് താഴേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കത്തി ഉപയോഗിച്ചതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ആ സെൻറ്ററിൽ നിന്ന് താഴേക്കൊന്ന് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം വളരെ സൂക്ഷിച്ച് പതിയെ ഒന്ന് ഞുറുകൊക്കെ എടുക്കത്തില്ലേ, നമ്മളെന്ന് പറഞ്ഞ പോലെ ഒന്നീ ഞുറിഞ്ഞ് ചെറുതായിട്ട് എടുക്കുക. അതല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് തള്ളവിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ദാണ്ട് ഇതുപോലെ കിട്ടും. നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ ചുറ്റിയടിച്ച് വെക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഫസ്റ്റിലെ ചെയ്യുന്ന സമയത്ത്. അത് ഒരെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരല്പം ഗോതമ്പ് പൊടി മുക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ പരത്തുന്ന സമയത്ത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് പരത്താതെ ഏതെങ്കിലും ഒരു സൈഡായിട്ട് മാത്രം ഇട്ട് പരത്തുക. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ച് രണ്ട് സൈഡും പരത്തത്തില്ല, അങ്ങനെ ചെയ്യല്ലേ. ഏത് സൈഡാണോ നമ്മൾ പരത്തുന്നത് ആ ഒരു സൈഡിൽ തന്നെ വലുതാക്കി പരത്താനായിട്ട് നോക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ മുട്ടയൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് വെള്ളം ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മളിത് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഓവനിലൊന്നും വെച്ചല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ വെള്ളം ഒന്ന് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം രണ്ട് സൈഡിലേക്കും മടക്കുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സൈഡിലേക്ക് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വിരൽ ഉപയോഗിച്ചൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. എല്ലാം ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിതിട്ടതിന് ശേഷം തവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് എണ്ണ മുകളിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കണേ. അപ്പോൾ ആ മുകൾ ഭാഗത്തൊക്കെ നല്ല ബബിൾസൊക്കെ വരും. അതിനുശേഷം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പപ്സൊക്കെ കഴിക്കത്തില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. പപ്സൊക്കെ നമ്മൾ ഓവനിൽ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഓവനില്ലാതെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള 4 മണി പലഹാരങ്ങളുണ്ടല്ലോ, നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ പപ്സൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതെന്തായാലും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചേക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.